കാരണവന്മാർ, ബഹുമാന്യരായ നമ്മുടെ സഹോദരിമാർ, ജനപ്രതിനിധികൾ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട താഴക്കോട് പഞ്ചായത്തിലെ UDF-ന്റെ കർമ്മധീരരായ ഭടന്മാരെ, സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ 5 വർഷക്കാലത്തെ നമ്മുടെ ഒന്നിച്ചുള്ള ജീവിതത്തിന് ശേഷം, നമ്മൾ ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങൾക്ക് ശേഷം, നമ്മൾ നടത്തിയ കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് ശേഷം മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടി സമാഗതമാവുകയാണ്. 5 വർഷം മുമ്പ് ഞാൻ താഴെക്കോട് വരുമ്പോൾ ഈ ഷാലിമാർ ഓഡിറ്റോറിയം അന്നും ഉണ്ടായിരുന്നു. നമ്മൾ അന്ന് പരസ്പരം മുഖാമുഖം ഇരുന്നിട്ടുണ്ട്. പക്ഷെ അന്ന് നിങ്ങളിൽ പലരുടെയും പേര് പോലും എനിക്കറിയില്ലായിരുന്നു, പലരെയും മുഖപരിചയം പോലും ഇല്ലായിരുന്നു. അറിയാത്ത എനിക്ക് വേണ്ടി നിങ്ങൾ അന്ന് ചെയ്ത കഠിനാധ്വാനമാണ് ഇന്ന് ഇങ്ങനെ MLA ആയി എന്നെ നിലനിൽക്കുന്നത് എന്ന ഉറച്ച ബോധ്യമെനിക്ക്. അന്ന് നിങ്ങൾ നൽകിയ ആ സ്നേഹത്തിന്, കലവറയില്ലാത്ത പിന്തുണയ്ക്ക് ഞാൻ എങ്ങനെയാണ് നന്ദി കാണിക്കുക എന്നായിരുന്നു ഓരോ ദിവസവും ഞാൻ ആലോചിച്ചത്. ഈ കഴിഞ്ഞ 5 വർഷക്കാലവും ഞാൻ വിശ്രമിച്ചിട്ടില്ല. നമുക്ക് ഒരുമിച്ച് ഒരു പുതിയ നാടിന് വേണ്ടി നാം നടത്തിയ ഭഗീരഥമായ പരിശ്രമങ്ങൾ, ഈ പഞ്ചായത്തിലെ വ്യത്യസ്തമായ വികസന പ്രവർത്തനങ്ങളിൽ നമ്മൾ ചാർത്തിയ മുദ്രകൾ, വളരെ തകർന്നു തരിപ്പണമായ റോഡുകളുടെ കൂമ്പാരമായും നമ്മൾ വന്നപ്പോൾ ഉണ്ടായിരുന്നു. ആ റോഡുകൾക്ക് പരിഹാരമുണ്ടാക്കാൻ നമ്മൾ നടത്തിയ യാത്രകൾ ഞാനിപ്പോഴും ഓർക്കുന്നത്. അന്നൊക്കെ ഞാനൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ അതിൻ്റെ അടിയിൽ ഒരു കമൻ്റ് എന്നും വരെയായിരുന്നു, പുത്തൂർ റോഡ്, പുത്തൂർ റോഡ്, പുത്തൂർ റോഡ് അവസാനിച്ചിരിക്കുന്നു. ആ കമന്റിനില്ല 3 കോടി രൂപ നമ്മൾ ചെലവഴിച്ചാണ് മാറ്റിയത്. നമ്മൾ നിരവധിയായ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചു. ഈ ഗവൺമെന്റ് പക്ഷേ നമ്മളോട് 1% പോലും നീതി കാണിച്ചില്ല. നമ്മൾ ചോദിക്കുമ്പോൾ ചോദ്യത്തിന് മറുപടി ഉണ്ടായില്ല. നിയമസഭയിൽ 93% അറ്റൻഡൻസ് ഉള്ള MLA ആണ് നിങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധി. നിങ്ങൾ 7% അറ്റൻഡൻസ് എനിക്ക് നഷ്ടപ്പെട്ടത് നിയമസഭയിൽ പോവാതിരുന്നത് കൊണ്ടല്ല, നിയമസഭയിലും സമരം ചെയ്ത് പുറത്തിരുന്നത് കൊണ്ടാണ്, ഈ ഗവൺമെന്റിനെ വെല്ലുവിളിച്ചത് കൊണ്ടാണ്. ആരോഗ്യരംഗത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആവിഷ്കരിച്ചു, നമ്മൾ ആവശ്യപ്പെട്ടു, നിരന്തരമായി പോരാടി. ഇവിടെ നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന മുസ്തഫാക്കിയിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഞങ്ങൾ ഒരുമിച്ച് ആരോഗ്യ വകുപ്പ് മന്ത്രിയെ നേരിട്ട് തിരുവനന്തപുരത്ത് ജനപ്രതിനിധികളെല്ലാം ചേർന്ന് പോയി കണ്ടു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും MLA-യും ജനപ്രതിനിധികളുമെല്ലാം ഞങ്ങൾ ചോദിച്ചത്, ഈ ജില്ലാ ആസ്പത്രിക്ക് ഒരു ഡോക്ടറെ തരുമോ എന്നാണ്. എന്നാൽ ഒരു പാരാമെഡിക്കൽ സ്റ്റാഫിനെ പോലും തരാതെ ഈ നാടിനോട് കൊഞ്ഞന കുത്തിയതാണ് CPM സർക്കാർ എന്ന് നിങ്ങൾ ഓർമ്മിക്കണം. നമ്മൾ ഔദാര്യമല്ല ചോദിച്ചത്. നിങ്ങൾക്കറിയുമോ, ഞാൻ 5 വർഷം മുമ്പ് ഇവിടെ വരുമ്പോ നമ്മുടെ കൊടികുത്തിമല എങ്ങനെയാണ് കിടന്നതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു മനുഷ്യന് അങ്ങോട്ട് കയറാൻ കഴിയാതെ ആ റോഡ് മുഴുവനും കാട് മൂടി കിടന്ന ഒരു സന്ദർഭം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. നമ്മളുടെ കൊടികുത്തിമലയുടെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന അമ്മിനിക്കാട്ടുകാരെല്ലാവരും ചേർന്ന് നമ്മൾ ആ കൊടികുത്തിമലയിലേക്ക് ആദ്യമായി വഴി വെട്ടി തെളിയിച്ച ഒരു ദിവസം. നമ്മളെല്ലാവരും ഒരുമിച്ചിറങ്ങി ശ്രമദാനമായി നമ്മൾ വഴിവെട്ടി. ആ വഴിവെട്ടിയപ്പോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, ഒരു കാരണവശാലും കൊടികുത്തി തുറക്കുന്ന പ്രശ്നമേ ഇല്ല. നമ്മൾ അന്ന് പോകുമ്പോ അവിടുത്തെ സ്ഥലത്തിന്റെ വില എന്തായിരുന്നു, ഇപ്പൊ സ്ഥലത്തിന്റെ വില എന്തായിരുന്നു കളപ്പാടനറിയാം അല്ലേ? 20,000 രൂപയ്ക്ക് സെന്റിന്റെ സ്ഥലം കിട്ടുമായിരുന്നു. ഇന്ന് റിസോർട്ടുകൾ കൊണ്ട് നിറഞ്ഞ ഒരു നാട് ഉണ്ടാക്കി തന്നിട്ടുണ്ട് നിങ്ങൾക്കെന്ത് ഞാൻ അഭിമാനത്തോടെ പറയും. ആ പ്രദേശത്ത് പുതിയ ഒരുപാട് കാര്യം നടന്നിരിക്കുന്നു. ആരാണ്? ഗവൺമെന്റ് എന്താണ് ചെയ്തത്? കേന്ദ്ര ഫണ്ട് നമ്മൾ കൊണ്ടുവന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ സബ്ജക്റ്റ് കമ്മിറ്റി, നിങ്ങൾ ഓർക്കണം,
തിരുവനന്തപുരത്ത് ഏറ്റവും രഹസ്യമായി മാത്രം ചേരുന്ന ഒരു മീറ്റിംഗ് ആണ് നിയമസഭയുടെ സബ്ജക്ട് കമ്മിറ്റി. ആ സബ്ജക്ട് കമ്മിറ്റി കൊടികുത്തിമലയിൽ കൊണ്ടുവന്ന് ചേരുന്ന സാഹചര്യം നമ്മൾ ഉണ്ടാക്കി. മന്ത്രിയെയും പരിവാരങ്ങളെയും മുഴുവൻ നമ്മൾ കൊടികുത്തിമലയിലേക്ക് കൊണ്ടുവന്നു. മാത്രമാണ് ഒരുപക്ഷെ മലപ്പുറം ജില്ലയിൽ, കേരളത്തിൽ ആർക്കും അവകാശപ്പെടാൻ കഴിയാത്ത ജനബാഹുല്യമുള്ള ഒരു ടൂറിസം കേന്ദ്രമായി ഇന്ന് കൊടികുത്തിമല നിൽക്കുന്നു. മാത്രമല്ല, സർക്കാരിന്റെ ഖജനാവിലേക്ക് നമ്മൾ ചോദിച്ചപ്പോ ഒന്നും നമുക്ക് തരാത്ത ഖജനാവിലേക്ക് 1,60,00,000 രൂപ അങ്ങോട്ടടച്ചവരാണ് താഴെക്കൊട്ടുകാർ. നമ്മളുടെ കഴിവാണ്. ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ഒരു റോഡിന് ഫണ്ട് വെച്ചാൽ ആ റോഡിന്റെ ആസ്തി വികസന കടലാസ് പോലും തരാതെ നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഒരു ലൈറ്റിന് നമ്മൾ പൈസ വെച്ചാൽ ആ ലൈറ്റ് അനുവദിക്കുന്ന സ്ഥലത്ത് ഒരു പെർമിഷൻ പോലും തരാതെ നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഇന്ന് മാടാമ്പാറയിൽ ഇന്ന് മാടാമ്പാറക്കാർക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം അവിടെ ഹൈമാസ്റ്റ് ലൈറ്റ് ഇല്ല എന്നുള്ളതായിരുന്നു. ഇന്ന് ആ കുഴിയും എടുത്തിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാം. അത് വൈകുന്നതിന് കാരണം ആരാണെന്നറിയുമോ? കഴിഞ്ഞ ഭരണസമിതി മാത്രമാണ് അതിന്റെ ഉത്തരവാദി. സമയബന്ധിതമായി ഒരു കടലാസും നമുക്കുണ്ടായിട്ടില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇനി താഴെക്കോട് വികസനത്തിന്റെ വെള്ളി വെളിച്ചം തിളങ്ങാൻ പോവുകയാണ്. ഒരവസരം കൂടി നിങ്ങൾ എനിക്ക് നൽകുമ്പോൾ കേരളം ഭരിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു മുഖ്യമന്ത്രി ആയിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. നമ്മൾ ചോദിക്കുന്നത് എന്തും കിട്ടുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ വരുന്നു. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രസിഡന്റ് താഴെക്കോട് പഞ്ചായത്ത് ഭരിക്കുന്നു. ഭരണസമിതിയിൽ നിറയെ ചെറുപ്പക്കാരും വനിതകളും ഊർജ്ജസ്വലരായ ഒരു സംഘം ആളുകൾ നിരന്നു നിൽക്കുന്നു. നമുക്കിനി നമ്മുടെ കാലം തുടങ്ങുകയാണ്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നു. ഈ കഴിഞ്ഞ 5 വർഷം എന്റെ വീടിന്റെ ഗേറ്റ് ഒരു ദിവസം പോലും പൂട്ടിയിട്ടിട്ടില്ല എന്ന് നിങ്ങൾക്ക് മുമ്പിൽ എനിക്ക് സാക്ഷ്യം പറയാൻ കഴിയും. ഏത് അർദ്ധരാത്രിയിലും എന്റെ വീട്ടിൽ വരുന്ന ഒരാളെ പോലും ഞാൻ കേൾക്കാതിരുന്നിട്ടില്ല എന്നും ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം പറയാൻ സാധിക്കും. നിങ്ങൾക്ക് പരാതിയുണ്ടോ? നിങ്ങൾ വിളിച്ച ഒരു ഫോൺ കോൾ പോലും ഞാൻ എടുക്കാതിരുന്നിട്ടില്ല. നിങ്ങളുടെ ഒരു വാട്സപ്പിന് പോലും ഞാൻ മറുപടി പറയാതിരുന്നിട്ടില്ല. എത്ര രാത്രി വൈകിയാലും ഒരു വാട്സപ്പ് മെസ്സേജിന് പരമാവധി മറുപടി പറഞ്ഞ മാത്രം കിടന്നുറങ്ങുന്ന ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. നിങ്ങളിൽ ഒരാൾ മാത്രമാണ്. എന്നെ അറിയാത്ത ഒരു കാലത്ത് എന്നെ നെഞ്ചോട് ചേർത്തിയ പഞ്ചായത്താണ് ഈ നമ്മുടെ താഴെക്കോട് പഞ്ചായത്ത് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കാലം മാറി. നമ്മൾ 5 കൊല്ലം ഒരുമിച്ച് ജീവിച്ചു. ഞാൻ പച്ചയായ പെരിന്തൽമണ്ണക്കാരനായി മാറിയ കാലമാണ്. ഇനി നിങ്ങൾ പഴയ വോട്ട് മതിയോ നമുക്ക്? ഞങ്ങൾ ഇന്ന് താഴെക്കോട്ട് പോയപ്പോൾ ഞാൻ നാസമാഷോട് പറഞ്ഞു, നാസമാഷോട് എത്തിയില്ലേ, മേലാറ്റിലേക്ക് പോയി. ഞങ്ങളിങ്ങനെ ഏഷ്യാനെറ്റ് ന്യൂസുകാരൻ വന്നിട്ട് ഞങ്ങളെ വൈറ്റെടുക്കുമ്പോൾ ഈ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിന് വിജയിച്ച് നിയമസഭയിലെത്തിയ രഞ്ജിത് കാന്തപുരം നിങ്ങളോട് സംസാരിക്കും. മാനക്കേട് മാറണ്ടേ? ആര് മാറ്റും? താഴെക്കോട് മാറ്റണം. താഴെക്കോട് അത് ഏറ്റെടുക്കണം. ഞാൻ നിങ്ങളോട് പറയാണ്, ബൂത്തിലാണ് വോട്ടുള്ളത്. ഇന്ന് ഇത്രയും വലിയൊരു കൺവെൻഷൻ ഗംഭീരമായി സംഘടിപ്പിച്ച UDF-ന്റെ നേതാക്കളെ ഞാൻ മുക്തകണ്ഠ അഭിനന്ദിക്കുകയാണ്. ഈ കൺവെൻഷനിൽ നിങ്ങളെല്ലാം എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഇനി നമ്മൾ ബൂത്തിലാണ് നമ്മൾ കേന്ദ്രീകരിക്കാൻ പോകുന്നത്. നമ്മളുടെ മുഴുവൻ ശ്രദ്ധയും ബൂത്തിലാണ് ഉണ്ടാകേണ്ടത്. താഴെക്കോട് പഞ്ചായത്തിലെ അവസാനത്തെ UDF വോട്ടും പോൾ ചെയ്യിക്കുന്ന ഉത്തരവാദിത്തമാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നത്. റെഡിയല്ലേ? അതൊരു വെല്ലുവിളിയായി നിങ്ങൾ ഏൽക്കണം. ഇവിടെ 5000 വോട്ട് ഭൂരിപക്ഷം വേണമെന്ന് റഷീദുമായി എനിക്കത് പോരാ. താഴെക്കോട്ടേരെ ഞാനത് സമ്മതിക്കൂല. എനിക്ക് 6000 വോട്ടെങ്കിലും നിങ്ങൾ തരണം. ഭൂരിപക്ഷം തരുമോ? പണിയെടുക്കുമോ? ഞാൻ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എൻ്റെ എല്ലാ വാർഡ് മെമ്പർമാരോടും ഞാൻ പറയാണ്, എന്നെ കൊണ്ട് പറ്റാവുന്ന പരമാവധി വീട് കയറി പ്രചരണത്തിന് ഞാൻ ഉണ്ടായിരുന്നു. ഇനി 14 ദിവസം നിങ്ങൾ വിശ്രമിക്കരുത്.
നിങ്ങൾ വിശ്രമിക്കരുത്. ഇവിടെ ഇരിക്കുന്ന ആരും വിശ്രമിക്കരുത്. അവസാനത്തെ വോട്ട് നമ്മുടെ കുട്ടികൾ ബാംഗ്ലൂരിലുണ്ടാകും, മദ്രാസിലുണ്ടാകും, അല്ലേ? പഠിക്കാൻ പോയ ഒരുപാട് മക്കളുണ്ട്. അവരെ മുഴുവൻ ബൂത്തിലെത്തിക്കണം. പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് നിങ്ങൾ ഓർമ്മിക്കണം. എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരു പഞ്ചായത്ത് താഴെക്കോടാണ്. അത് നിങ്ങൾ ഉയർത്തുമെന്ന ബോധ്യം എനിക്ക്. നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണം. ബൂത്തുകൾ 100% ചലിപ്പിക്കണം. ഇതുവരെ പ്രചരണമെത്താത്ത ഏതെങ്കിലും ഗ്രാമം ഉണ്ടെങ്കിൽ അവിടെ പ്രചരണ മെറ്റീരിയൽ ഇന്ന് രാത്രി പുലരുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യണം. നാളെ വീട് കയറൽ പൂർണ്ണമായും അവസാനിപ്പിച്ച് പരമാവധി ആദ്യത്തെ മെറ്റീരിയൽ നമ്മൾ കൊടുക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും 5 കൊല്ലത്തിന് ശേഷം ഒരിക്കൽ കൂടി ഞാൻ വോട്ട് ചോദിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നു. ഇന്ന് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാമനിർദ്ദേശ പത്രികയുടെ സ്വീകരിക്കൽ പൂർത്തിയായതിനു ശേഷം ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. കോടി അടയാളത്തിൽ വിലയേറിയ വോട്ടുകൾ സമാഹരിച്ചു. നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ സൗഹൃദത്തിലോ നമ്മുടെ കൂട്ടുകാർക്കിടയിലും അയൽവാസികൾക്കിടയിലും ഒരു വോട്ട് പാഴാകാതെ 38 വോട്ടിലാണ് നമ്മൾ ജയിച്ചത് എന്ന് മനസ്സ് പിന്നെയും പിന്നെയും പറയണം. അതിനെ ഉയർത്താൻ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ. അത് നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചത്. നിങ്ങൾ കാണിച്ച സ്നേഹത്തിന് കലവറയില്ലാത്ത പിന്തുണ. ഞാൻ പറയുന്നു, ഈ പെരിന്തൽമണ്ണയിലല്ല ഞാൻ മത്സരിച്ചതെങ്കിൽ ഒരിക്കലും നമുക്കൊരു IAS അക്കാദമി ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല എന്നത് എന്റെ ബോധ്യമാണ്. ഈ പെരിന്തൽമണ്ണയിലല്ല ഞാൻ മത്സരിച്ചതെങ്കിൽ ഇതുപോലൊരു സ്കെയിലർ കോൺക്ലേവ് ഇവിടെ നടത്താൻ കഴിയുമായിരുന്നില്ല എന്ന ഉറച്ച ബോധ്യം എനിക്കുണ്ട്. ഇത് ഈ നാടിന്റെ മഹത്വമാണ്, പെരിന്തൽമണ്ണയുടെ മഹത്വമാണ്. നമുക്ക് തീർച്ചയായിട്ടും ഒരുമിച്ച് മുന്നോട്ട് പോകണം. ഇത് നോക്കുന്നില്ല, ഈ ടീം എന്ന് പറയുന്നത് നമ്മളൊരു ഹൃദയമായി ഇരിക്കുകയാണ്. കോൺഗ്രസ് എന്നോ ലീഗ് എന്നോ കേരള കോൺഗ്രസ് എന്നോ നമുക്കാർക്കും പരസ്പരം അങ്ങനെ ഒരു ചിന്ത പോലുമില്ലാത്ത ഒറ്റ പാർട്ടിയായി നമ്മൾ പ്രവർത്തിക്കാൻ ഒരു പരാതി ആരും പറയരുത്. 14 ദിവസത്തേക്ക് പരാതിക്ക് മൊറട്ടോറിയമാണ്. ഒരു പ്രശ്നവും പഞ്ചായത്തിലേക്ക് കൊണ്ടുവരരുത്. അത് നാട്ടിൽ പരിഹരിച്ചോളാം. അത് അവിടെ തീർക്കണം. നമ്മളൊക്കെ നേതാക്കന്മാർ അത് ഏറ്റെടുത്ത് പരിഹരിച്ച് നമുക്കൊരു സ്മൂത്ത് ഇലക്ഷനിൽ ഈ തവണ ഉണ്ടാവാൻ വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചത്. നന്ദി ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് പെരിന്തൽമണ്ണ എന്ന് പറയുന്നത് നന്ദി പറഞ്ഞു തീർക്കാവുന്ന മണ്ണല്ല. ഞാൻ പരസ്പരം എന്റെ ജീവിതം നിങ്ങൾക്ക് തരുമെന്നതാണ് എന്റെ വാക്ക്. ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഞാൻ MLA ആയി എത്ര കാലം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് പാർട്ടിയുടെ മാത്രം തീരുമാനമാണ്. ഞാൻ MLA ആണെങ്കിലും അല്ലെങ്കിൽ എന്റെ ബാക്കിയുള്ള ജീവിതം പെരിന്തൽമണ്ണയിൽ തന്നെയായിരിക്കും എന്ന വാക്ക് മാത്രമാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയായിരിക്കും, അവരുടെ ഭാവിക്ക് വേണ്ടിയായിരിക്കും, അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയായിരിക്കും. അവർ കാണാത്ത വലിയ സ്വപ്നങ്ങളെ അവരുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പ്രാപ്തരാക്കാനാണ് എന്റെ പരിശ്രമം എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് നിങ്ങളെല്ലാം പിന്തുണയ്ക്കാൻ കൂടി അഭ്യർത്ഥിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്, ജയ് ഗുരുദേവ്. അടിയന്തരമായി പോവാണ്. നമ്മുടെ കൺവെൻഷൻ അവസാനിച്ചിട്ടില്ല. അല്പസമയം കൂടി നമ്മുടെ കൺവെൻഷൻ തുടരും. എല്ലാവരും അവിടെ തന്നെ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ കൺവെൻഷൻ അവസാനിച്ചതിന് ശേഷം താഴക്കോട് പഞ്ചായത്തിലെ 39 ബൂത്തുകളിലെ ചെയർമാൻ കൺവീനർമാരുടെ ഒരു സിറ്റിംഗ് നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചുണ്ടാകും. അതുകൊണ്ട് ചെയർമാൻ കൺവീനർമാര് കൺവെൻഷൻ കഴിഞ്ഞ ഉടൻ സ്ഥലം വിടരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ഇവിടെ അവതരിപ്പിച്ച പോളിംഗ് ഡേ വരെയുള്ള നമ്മുടെ കർമ്മ പരിപാടികളുണ്ട്. അതേക്കുറിച്ച് ആലോചിക്കാൻ, അതിന്റെ നടത്തിപ്പ് സുഖകരമായി കാരണവന്മാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാര്, തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ തന്നെ സ്വാഗത പ്രസംഗം തൊട്ട് നമ്മുടെ ബഹുമാനനായിട്ടുള്ള സ്ഥാനാർത്ഥി വരെ 10 മിനിറ്റ് ചെയർമാൻ കൺവീനർമാർ മാത്രം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത് സംസാരിക്കുന്നത് നമ്മുടെ താഴേക്കോട് പഞ്ചായത്തിൻ്റെ നിരീക്ഷകനും
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ CK ഹാരിസ്, അദ്ദേഹം നമ്മുടെ താഴേക്കോട് പഞ്ചായത്തിൻ്റെ നിരീക്ഷകൻ കൂടിയാണ്. അദ്ദേഹത്തിന് ഈ താഴേക്കോട് പഞ്ചായത്തിലുള്ള എല്ലാ മുക്കും മൂലയും അറിയാമെന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം നമുക്കേവർക്കും വളരെ ഉത്സാഹം പകരുന്നതാണ് എന്നുകൂടി അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.